ആദ്യ രാത്രിയിൽ മണിയറയിൽ കയറുന്നതിന് മുമ്പ് ഷഹാനയുടെ അമ്മായിയപ്പൻ പറഞ്ഞത് കേട്ട് ഷഹാന ഞെട്ടിപ്പോയി. അതുകൊണ്ട് നമുക്കിന്ന് ഷഹാനയുടെ മെയിലൊന്ന് വായിക്കാം. മാഡം, എൻ്റെ പേര് ഷഹാന, യഥാർത്ഥ പേരല്ല കേട്ടോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബൊട്ടിക്കിൽ ജോലി ചെയ്യുകയായിരുന്നു. വീട്ടിൽ അന്ന് വിവാഹത്തിന് നിർബന്ധിക്കുകയായിരുന്നു. പക്ഷേ എനിക്കൊന്നും വിവാഹത്തോട് താല്പര്യമില്ല. കുറച്ച് താമസിച്ച് വിവാഹം കഴിച്ചാൽ മതി എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ബാപ്പയും ഉമ്മയും അതിന് സമ്മതിക്കില്ല. പല ചെക്കന്മാരെയും കൊണ്ടുവന്നു. എൻ്റെ ബാപ്പയും ഉമ്മയും കുറച്ച് സൗന്ദര്യമൊക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്. എന്തോ വന്നവരെയൊന്നും അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല മുഞ്ചുള്ളൊരു ചെക്കന് മാത്രമേ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നാണ് എൻ്റെ ബാപ്പയുടെ ഒരു അടിസ്ഥാന തത്വം. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ മനസ്സ് പോലെ വിവാഹം കുറച്ചുകൂടെ നീണ്ടുപോയി. എന്തായാലും എൻ്റെ ബാപ്പ അടങ്ങിയിരിക്കില്ല. അങ്ങനെ പോയാണ് ഒരു ചെക്കനെ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് 3 കടകളുണ്ട്. കാണാൻ അതീവ സുന്ദരൻ. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എൻ്റെ മനസ്സും അങ്ങ് മാറിപ്പോയി. കാര്യം നല്ല മൊഞ്ചൻ. അപ്പോൾ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുക? ഞാനും അധികമൊന്നും ആലോചിക്കാതെ എൻ്റെ ബാപ്പ പറഞ്ഞത് കേട്ട് അങ്ങ് സമ്മതിച്ചു. എല്ലാം ഉള്ള വീടാണ്. പിന്നെ ചെക്കനും കണ്ടു കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ വേറെ ഒന്നും ആരും നോക്കാറില്ലല്ലോ. അങ്ങനെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. കാര്യം എൻ്റെ ബാപ്പ നേരത്തെ എല്ലാം നോക്കി വെച്ചിരുന്നല്ലോ. നേരത്തെ എല്ലാം അറേഞ്ച് ചെയ്തതുകൊണ്ട് 2 മാസത്തിനുള്ളിൽ എൻ്റെ വിവാഹവും കഴിഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ഉമ്മ മാത്രം എന്നോട് പറഞ്ഞു, ചെക്കൻ്റെ ബാപ്പയെ മാത്രം ആക്റ്റീവായിട്ട് ഒന്നും കാണുന്നില്ല. എപ്പോൾ ചോദിച്ചാലും കടയും ബിസിനസ്സൊക്കെ ആയിട്ട് വലിയ ബിസിയാണ് എന്ന് പറഞ്ഞ് മാമാമാരാണ് എല്ലാ കാര്യത്തിനും നേതൃത്വം നൽകുന്നത്. എൻ്റെ അമ്മായിമ്മയ്ക്ക് 2 സഹോദരങ്ങളാണുള്ളത്. അവരാണ് എല്ലാറ്റിനും വന്നത്. പക്ഷേ എൻ്റെ ബാപ്പ അതിൽ തെറ്റൊന്നും കണ്ടില്ല. ആ പുള്ളി ബിസിനസ്സിൽ നല്ല ബിസി ആയിരിക്കും. അതിനെന്താ, ഒരു വട്ടം കണ്ടല്ലോ, അത് മതി. പിന്നെ മാമന്മാരാണല്ലോ കല്യാണമൊക്കെ നടത്തേണ്ടത്. അത് അവരുടെ രീതിയിൽ ശരിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാനും കൂടുതൽ ഒന്നും ചിന്തിച്ചില്ല. എൻ്റെ ഇക്ക മൊഞ്ചൻ്റെ കൂടെ ഊഞ്ഞാലാടുന്നത് മാത്രമല്ലേ എൻ്റെ മനസ്സിൽ വരൂ. അങ്ങനെ ഞാനും കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും അവിടെ വേറെ പ്രശ്നം. കാര്യം എൻ്റെ ഭർത്താവിൻ്റെ എന്തോ ബിസിനസ്സിൻ്റെ പേരിൽ അവിടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. ഉടനെ അദ്ദേഹത്തിന് ചെന്നൈ പോയേ പറ്റൂ. സാമ്പത്തികമായ ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും പുള്ളി ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോയി. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മാത്രമേ വരികയുള്ളൂ. അത് കേട്ടപ്പോൾ എനിക്കാകെ വിഷമമായി. അപരിചിതമായൊരു വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് 2 ദിവസം ആ മണിയറയിൽ കഴിയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നെ ആശ്വസിപ്പിച്ചു. അവിടെ വേറെ ലീഗലായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്നിത് വരുമെന്ന് ഒട്ടും മനസ്സിലായില്ല. അവിടെ പോയി ഒരാളെ കണ്ട് എല്ലാം ഡീൽ ചെയ്യണം. അതുകൊണ്ടാണ് മോൾ തനിയെ കിടക്കണ്ട, ഉമ്മ വന്ന് അടുത്ത് കിടക്കുമല്ലോ എന്ന് പറഞ്ഞ് ഉമ്മയാണ് 2 ദിവസം എൻ്റെ കൂടെ കിടന്നത്. അപ്പോൾ അവർ പഴയ കഥകളും അവരുടെ ഫാമിലി ഹിസ്റ്ററിയും ഒക്കെ പറഞ്ഞു തന്നു. ചുരുക്കം പറഞ്ഞാൽ ആ വീട്ടിലെ സമ്പത്തിൻ്റെ എല്ലാ ഉറവിടം ആ ഉമ്മയാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും ഊർജ്ജസ്വലയായി മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ പാപ്പയെ കാണാനാണ് ഏറ്റവും നല്ല സുന്ദരൻ. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ 10 മടങ്ങ് സൗന്ദര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അമ്മായിമ്മയ്ക്ക് അത്രയും സൗന്ദര്യമില്ല. അതേപോലെ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയെ കാണാനും ഒട്ടും ഭംഗിയില്ലാത്തൊരു സ്ത്രീയാണ്. പക്ഷേ ഭർത്താവ് അച്ഛന് തനിപ്പകർപ്പ്. എന്നാലും അച്ഛന് 2 മാർക്ക് കൂടുതൽ കൊടുക്കാം എന്നോർത്തു. നാത്തൂനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളെ കാണാനും അതീവ സുന്ദരനാണ്. കാര്യം സൗന്ദര്യം നോക്കി തന്നെയാണ് അവിടെയും കെട്ടു നടന്നിരിക്കുന്നത്. അവൾക്ക് എടുത്താൽ പൊങ്ങാത്ത പൊന്നും മഹറും ഒക്കെ കൊടുത്തു കാണുമെന്ന് ഞാനും ഓർത്തു. അല്ലെങ്കിൽ എങ്ങനെയാണ് സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടുക? നാത്തൂനും ഹസ്ബൻഡും കോഴിക്കോടാണ് താമസം. അവർ വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ എന്ന് ഉമ്മ പറയുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പണമുണ്ടെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും എന്തൊക്കെയോ ഒരു പ്രശ്നം ആ വീട്ടിലുണ്ടെന്ന് തോന്നി. കാര്യം എൻ്റെ വീട്ടിലെ പോലെ എല്ലാവരും തമ്മിൽ ഭയങ്കരമായ അടുപ്പം ആ വീട്ടിലില്ല. ഓരോരുത്തരും ഓരോ തുരുത്തുകളായി താമസിക്കുകയാണെന്ന് എനിക്ക് തോന്നി. 3-ാം ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എനിക്ക് ഒത്തിരി ഗിഫ്റ്റുമായി വന്നു. സന്തോഷം തന്നെ. 6 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 8 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന് പറഞ്ഞു. കടയും ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ. അമ്മായിമ്മയും അവിടെ ഇല്ല. ഞാൻ തനിയേ ഉള്ളൂ. ജോലിക്കാർ താഴത്തെ നിലയിലുണ്ട്. ഒരു 7 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, മോൾ എന്തായാലും നേരത്തെ പോയി കുളിച്ച് ഒരുങ്ങി തയ്യാറായി നിൽക്കൂ. ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ മണിയറയിലേക്ക് കയറേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ചിരിക്കുക മാത്രം ചെയ്തു. ഞാൻ പോയി വിസ്തരിച്ച് ഒന്ന് കുളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോഴുണ്ട് അമ്മായിച്ചൻ സ്വീകരണ മുറിയിലിരിക്കുന്നു. അമ്മായിമ്മ വന്നിട്ടില്ല, എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല. എന്നെ കണ്ടപ്പം, ആഹാ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ,
വന്നേ ഇവിടെ ഇരിക്കെ. മോളോട് കൊച്ചിലൊന്നും പറയാൻ പറ്റിയില്ല, ബിസി ആയിരുന്നു. ബിസിനസ് ആകുമ്പോഴങ്ങനെയൊക്കെയാണ്. ബിസിനസ് കുടുംബമാണ്. അതുകൊണ്ട് മോള് ഈ കാര്യം ഭർത്താവിൻ്റെ കാര്യത്തിലും ഓർക്കണം. അവനും ഇടയ്ക്കിടയ്ക്ക് ബിസി ആയിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ബാപ്പ, പക്ഷേ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നില്ല. ഇരിക്കും മോളെ, നമ്മൾ മോഡേൺ കുടുംബമാണ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇരിക്ക്. ഞാൻ ഇത്തിരി മാറിയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വെച്ച് മോക്ക് ഇവിടെ കംഫർട്ടബിൾ ആണോ, ഈ വീട് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു എന്താ ബാപ്പ, എൻ്റെ വീടിനേക്കാളൊക്കെ എത്ര സൗകര്യമുള്ള വീടാണിത്, ഇവിടെ പ്രശ്നമൊന്നുമില്ല. മോളുടെ അമ്മായിമ്മ എങ്ങനെയുണ്ട്? അതെന്താ ബാപ്പ അങ്ങനെ ചോദിച്ചത്? അല്ല ഞാൻ ചോദിച്ചതാണ്. അവളാണല്ലോ ഇവിടുത്തെ മെയിൻ വില്ലത്തി. ആഹാ, ഉമ്മ വില്ലത്തിയാണോ? പിന്നെ ചിലപ്പോൾ അവൾ നായികയാണെന്ന് തോന്നും, ചിലപ്പോൾ അവൾ വില്ലത്തിയാകും. നീ എന്തെല്ലാം കാണാനിരിക്കുന്നു. എന്തായാലും അവളോട് സൂക്ഷിച്ചും കണ്ടേ പെരുമാറാവൂ. എന്നെ വേണമെങ്കിലും അവൾ റോക്കറ്റിൽ കയറ്റി ചന്ദ്രനിലേക്ക് അയക്കുന്ന ടൈപ്പാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരാണ് ഏതാണ് എന്നൊന്നും നോക്കില്ല, മുഖത്തടിച്ച പോലെ സംസാരിക്കും. ആരെയും ഒരു വിലയുമില്ല. ഞാൻ ഇത് പറഞ്ഞത് മോളുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവളോട് പോയി പറയരുത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന്, പിന്നെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരും. എനിക്ക് പ്രശ്നമില്ല, സ്ഥിരമാണ്. പക്ഷേ ഈ വീട്ടിൽ സ്ഥിരമായി ഞാനും അവളും തമ്മിൽ വഴക്കുണ്ടാകും. അല്ല പാപ്പ, നിങ്ങൾ ഇത്രയും വർഷമായില്ലേ, സ്നേഹം കൂടുകയല്ലേ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ, അവൾക്ക് മൂക്കിന് തുമ്പിലാണ് കോപം, അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് പാപ്പ പിന്നീട് എന്നോട് പറഞ്ഞത്. എന്തായാലും അമ്മായിമ്മയെ നീ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ മകൻ്റെ സ്വഭാവം നീ മണിയറയിൽ കയറുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. എന്താ പാപ്പ, എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ? നീ പേടിക്കേണ്ട കാര്യമില്ല. ഒരേ ഒരു ആൺതരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചെല്ലം കൊടുത്താണ് അവനെ വളർത്തിയിരിക്കുന്നത്. കണ്ടാൽ അങ്ങനെ ബുദ്ധിമാനാണെന്ന് തോന്നും, ആണത്തുണ്ടെന്ന് തോന്നും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകുന്ന ഒരു ചോക്ലേറ്റ് പോലെയാണ്. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. അത് ബാപ്പയ്ക്ക് മനസ്സിലായി. മോളെ, ഞാൻ പറഞ്ഞു വന്നത് അവനെ വളരെ ലാളിച്ച് വളർത്തിയത് കൊണ്ട് ശരിക്കും അങ്ങനെ ഒരാൺ രൂപമായിരിക്കുന്നതേ ഉള്ളൂ. ഒന്നും പ്രത്യേകിച്ച് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റില്ല. 20 വർഷം മുമ്പാണെങ്കിൽ അത് വേറെ രീതിയിലായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളുടെയും ഗുഡ് ആൻഡ്സ് അറിയാം. അതൊക്കെ അമിതമായി പ്രതീക്ഷിച്ച് മണിയറിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഒന്നുമില്ലാതാകുമ്പോൾ നീ വിഷമിക്കരുത്. എല്ലാം പതുക്കെ പതുക്കെ മാത്രം പിക്കപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് അവൻ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവൻ അമിതമായി സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടെങ്കിലും എൻ്റെ മോള് അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഏകദേശം 5-6 മാസം കഴിഞ്ഞിട്ട് അവന് മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ മോൾ അന്നേരം കംപ്ലൈൻറ്റ് പറഞ്ഞാൽ മതി. ആദ്യത്തെ 5-6 മാസം മോളെ വീട്ടിലോ ഇവിടെയോ കംപ്ലൈൻറ്റ്സ് ഒന്നും പറയരുത്. അവനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഭർത്താവിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് പാപ്പ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ തോന്നി. ഞാൻ വെറുതെ തലയാട്ടി. പൊത്തരിയിൽ കല്ല് കടിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടുതൽ മിണ്ടിയില്ല. അപ്പോഴേക്ക് അമ്മായിമ്മ വന്നു, പിന്നെ ഹസ്ബൻഡ് വന്നു. ഞാൻ മണിയറിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് കുറേ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങൾ, ബിസിനസ്, പോക്കുവരവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ കിന്നാരം മാത്രമല്ല എനിക്ക് വേണ്ടത്, പുന്നാരവും വേണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ. എന്തായാലും ഞാൻ ചേർന്നിരുന്നു. ഒരു സിഗ്നൽ കൊടുത്താലെങ്കിലും നന്നാകുമല്ലോ, ബാപ്പ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലൈറ്റ് അണച്ചു. ലൈറ്റ് അണച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആകെ കൂടി ഒരു പരാക്രമണമായിരുന്നു. എനിക്കറിയില്ല അങ്ങേർക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ്, എവിടെ തുടങ്ങണം, എന്തൊക്കെയാണ് എന്നൊന്നും അറിയാത്ത രീതിയിൽ സത്യം പറഞ്ഞാൽ അവിടെയും ഇവിടെയും അങ്ങനെയും ഇങ്ങനെയും ഒക്കെയായി 5 മിനിറ്റിനുള്ളിൽ എന്തൊക്കെയോ അവിടെ നടന്നു. കടലേതാ കടലേതാ കടലാടി ഏതാ എന്നറിയാത്ത ഒരാൾ, പൊത്തേതാ നത്തേതാ എന്നറിയാത്ത ഒരു പരാക്രമശാലി. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്? ആകെ കൂടി എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥയായിരുന്നു. ഇതാണോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സ്നേഹം? എനിക്ക് പിടികിട്ടിയില്ല. ഇങ്ങേർക്ക് വഴി പോലും അറിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബാപ്പ പറഞ്ഞതിൻ്റെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലായി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേർന്ന് കിടന്നുള്ള ഉറക്കം കൂടിയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉറക്കം മുഴുവനും പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ഒന്നും അറിയില്ല. 10-15 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് ശരിയാകില്ല. എൻ്റെ സ്ട്രാറ്റജി മാറ്റിയെങ്കിലേ പറ്റൂ. കൂടുതൽ സംസാരിക്കണം. കാരണം
പുള്ളിക്കാരൻ എൻ്റെ വഴിക്ക് വരുമോ എന്നറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നിക്ക, ഇത് വഴിയൊന്നുമല്ല. ഇക്ക വഴി തെറ്റി എങ്ങോട്ടോ പോവുകയാണ്. ഇക്ക എന്തായി കാണിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ആദ്യം ഇരുട്ട് എന്നുള്ള കാര്യം ഒഴിവാക്കൂ. ഇരുട്ടൊഴിവാക്കി വെളിച്ചം വന്നെങ്കിലേ യഥാർത്ഥ വഴികൾ തെളിഞ്ഞു വരികയുള്ളൂ. അതിൽ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളിക്ക് വല്ലാത്ത പ്രശ്നം. ഇരുട്ട് എനിക്ക് കംഫർട്ടബിളാണ്, വെളിച്ചം പേടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പാടില്ല, നമ്മൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. ഒരു കളത്തിൽ ഒരു കുലുക്കിക്കുത്ത്, രണ്ടാമത്തെ കളത്തിൽ വേറൊരു കുലുക്കിക്കുത്ത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കളം ഏതാണെന്ന് പോലും മനസ്സിലാകില്ല. ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതെന്ന് ഉടനെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. നിനക്കെങ്ങനെ അറിയാമെന്ന്? ഞാൻ പറഞ്ഞു, എന്തായാലും മൊബൈലും ഫോണും ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും കുറച്ച് ഭാഗങ്ങളെങ്കിലും വീഡിയോ ആയിട്ട് എല്ലാവരും കണ്ടു കാണും. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണരുത്. അതുകൊണ്ട് ഞാൻ അതെല്ലാം അനുസരിച്ച് വളരെ നിഷ്ഠയോടുകൂടിയാണ് വളർന്നതെന്ന്. ഞാൻ പറഞ്ഞു, കാണേണ്ടത് കാണണം, അതല്ലാതെ ഇത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഉമ്മ ആൺചെറുക്കനല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് അമിതമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിയന്ത്രിച്ചതായിരിക്കാം. ഉപകാരമല്ല, അത് ഉപദ്രവമാണ്. വിവാഹം കഴിഞ്ഞ് ചെയ്യുക എന്നുള്ളത് ഉമ്മ ശ്രദ്ധിച്ച് കാണില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരു പാവമാണ്, ഒരു പൊട്ടനാണ്. അപ്പോൾ ശരിക്കും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ അദ്ദേഹത്തെ ഞാൻ പ്രാപ്തയാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, എൻ്റെ മൊബൈൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മിനിറ്റുള്ള ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് ആദ്യം നോക്കാൻ മടിയായിരുന്നു. ഞാനൊന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു, നോക്ക്, കറക്റ്റ് നോക്ക് എന്ന് പറഞ്ഞു. എന്തായാലും അത് മുഴുവനും കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, ആലോചിക്കണ്ട, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊന്നും കാണിക്കാമെന്ന്. അങ്ങനെ 3-4 വീഡിയോ ഞാൻ കാണിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ഇതൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇന്ന് എല്ലാം ആലോചിച്ചു, ഇന്ന് റെസ്റ്റാണ്, നാളെ ഇതിന് മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, മാറ്റം ഉണ്ടാകും, ഉറപ്പാണ്, നീ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടീച്ചറാണെന്ന് പറഞ്ഞു. അവസാന ശിഷ്യനെ എൻ്റെ കയ്യിൽ നിന്ന് ചൂരലിൻ്റെ അടി കിട്ടലെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചിരിച്ചു. എന്തായാലും പിറ്റേ ദിവസം മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. കാര്യം വീഡിയോയിലെ കാര്യങ്ങൾ അനുകരിക്കുകയാണ്, എന്നാലും അതിൽ പ്രണയവും സൗരഭവും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട്. വെളിച്ചത്തിൻ്റെ സഹായത്തോടു കൂടി വഴി തേടാൻ ഞാനും സഹായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കാര്യങ്ങൾ ഓക്കെ ആയി വന്നു. എങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായി, പ്രതീക്ഷയിലും വളരെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരു ശീലമായത് ഒരു വീഡിയോ കാണുക, അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ സല്ലാപങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എനിക്ക് വലിയൊരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? നീ പറ. ഈ വീഡിയോയിൽ കാണുന്നവർക്കെല്ലാം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, എനിക്ക് ഫീച്ചേഴ്സ് വളരെ കുറവല്ലേ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ മൗനം അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. എന്നോട് പിന്നെയും തോൾ പിടിച്ച് കുലിക്കൊണ്ട് ചോദിച്ചു, സത്യം പറയാം, ഫീച്ചേഴ്സ് കുറവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഇതിൽ കാണുന്ന കുറേ വീഡിയോ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കണ്ടു. അതിൽ കാണുന്നത് വെച്ച് നോക്കുമ്പോഴേക്കും ഫീച്ചേഴ്സ് വളരെ കുറവാണ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇക്ക എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു. എന്നാലും പുള്ളിക്ക് മനസ്സിൽ ഒരു വൈക്ലഭ്യം. ഞാൻ മൊബൈൽ സെർച്ച് ചെയ്ത് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല, എല്ലാം ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഫിലിമുകളിലൊക്കെ അഭിനയിക്കുന്ന ആളുകളിലെ അവരെയൊക്കെ അവരുടെ ഫീച്ചേഴ്സ് നോക്കി പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് ശരിയാണ്, സാധാരണ ആളുകളുടെ വീഡിയോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പിന്നീട് ഞങ്ങൾ വേറെ പ്ലാറ്റ്ഫോമിൽ സാധാരണ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് സമാധാനമായി, ദേ കണ്ടില്ലേ, ഇതെല്ലാം ഓക്കെയാണ്, മറ്റേത് ശരിക്കും ഒരു സിനിമ പോലെയുള്ളൂ, ഇതാണ് യഥാർത്ഥം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. പതുക്കെ ഞങ്ങൾ മെച്ചപ്പെട്ട് വരികയായിരുന്നു. പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലില്ല, സ്നേഹവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് താനും. ഇതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ അമ്മായപ്പനും അമ്മായിമ്മയും കൂടെ അടുക്കളയിൽ വലിയൊരു വഴക്ക്. അടുക്കളയുടെ സൈഡിലാണേ. അപ്പോൾ ഹസ്ബൻഡില്ല. വൈകുന്നേരമാണ്. ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ട് രണ്ടുപേരും വഴക്ക് നിർത്തി. അല്ലെങ്കിലും ഞാൻ വഴക്ക് അവരുടേത് കേട്ടു തുടങ്ങിയിരുന്നു. അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. എന്നെ അമ്മായപ്പൻ ഒന്ന് കണ്ണടച്ച് കാണിച്ചു, സാരമില്ലെന്ന്. അങ്ങനെ അദ്ദേഹം അങ്ങ് പോയി. അമ്മായിമ്മ അവിടെ കിടന്ന് കരുതുള്ളുകയാണ്. എന്താ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ, എന്ത് ചെയ്യാനാ, എൻ്റെ തലയിൽ കയറാൻ വരികയാണ്. ഇങ്ങനെയുള്ളൊരു ഭർത്താവ് ലോകത്തിൽ ആർക്കും കിട്ടില്ല. എൻ്റെ പൊന്നുമോളെ, ഇങ്ങനെയുടെ മോനാണല്ലോ എൻ്റെ മോന്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണേ
ഇങ്ങേരുടെ ഈ മൂച്ചയായിട്ട് പിടിച്ച സ്വഭാവമൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ താഴേക്ക് വന്നു. അപ്പോൾ അമ്മായിമ്മയും വീട്ടിലെ ജോലിക്കാരും തമ്മിൽ എന്തൊക്കെയോ കുശുകുശിക്കുന്നു. ഞാനാണെങ്കിൽ ആ സമയത്ത് അടുക്കളയുടെ ഭാഗത്തേക്ക് ചെന്നു. അപ്പോൾ ജോലിക്കാരി അമ്മായിമ്മയേക്കാൾ ഏകദേശം 5-6 വയസ്സിന് ഇളയതാണ്. അവരോട് അമ്മായിമ്മ പറയുകയാണ്, എനിക്ക് ഇത്തിരി പ്രായമായി, അങ്ങേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടാനും പെരട്ടാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ജോലിക്കാരെ ഉപദേശിക്കുന്നു, അങ്ങനെയല്ല, ഭർത്താവല്ലേ, ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ എപ്പോഴും റെഡി ആയിരിക്കണം. എനിക്ക് പറ്റില്ല, കാര്യം ഒന്നാമതേ അത് ഇത്തിരി പ്രശ്നമുള്ളതാണ്. എന്ത് പ്രശ്നം? എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അസാധാരണമായ ചില കാര്യങ്ങൾ എനിക്കിപ്പോൾ താങ്ങാൻ പറ്റില്ലെന്ന്. അതെങ്ങനെയാ? നിങ്ങൾ ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചാലേ, 2 കുട്ടികളുമില്ലേ? അന്ന് എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെറുപ്പക്കാരിയായിരുന്നു, എനിക്കിഷ്ടമാണ്. ഇപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. അങ്ങനെ ഇപ്പോഴും ചെറുപ്പമായിരിക്കുകയാണ്, പക്ഷേ എനിക്ക് പഴയതുപോലെ പറ്റുന്നില്ല. അപ്പം ജോലിക്കാരി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഇങ്ങനെ ഒരു കാര്യം, ഭർത്താവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് സന്തോഷമാണ്. എനിക്ക് കൂടുതലായതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഇപ്പം ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞു കേട്ടത്. അപ്പം നീ ഇങ്ങനെയുള്ള കഥ ഒത്തിരി കേട്ടിട്ടുണ്ടോ? ജോലിക്ക് ഇന്നിടത്തൊക്കെ നിനക്ക് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, എനിക്കങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ നിൽക്കുന്നു, അപ്പോൾ നമ്മൾ തമ്മിൽ എന്തിനാണ് ഇത് പറഞ്ഞ് തർക്കിക്കുന്നത്? അപ്പോൾ അമ്മാവൻ പറയുകയാണ്, ശരി, ഞാൻ തർക്കിക്കാൻ വരുന്നില്ല, നീ ഈ കാര്യം എന്നോട് ചോദിക്കണ്ട. ഇനി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അങ്ങ് പൊക്കോ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഞാൻ നിനക്കങ്ങ് വിട്ടു തന്നിരിക്കുന്നു. എനിക്ക് വേണമെന്നില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ എന്തായാലും ഇങ്ങനെ പറഞ്ഞല്ലോ, നാളെ ആട്ടെ, ഇക്ക വരുമ്പോൾ അടുത്ത് പോയിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇക്ക ഇരിക്കുന്ന മുറിയിലേക്ക് പോകരുതെന്ന്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എവിടെ പോകുന്നു, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിക്കുന്നല്ലാതെ. ഞാൻ ഈ വീടിൻ്റെ പുറകുവശത്തോടെ വന്നിട്ട് പുറകുവശത്തോടെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു സ്ത്രീയാണ്. നിങ്ങൾക്കതറിയില്ലേ? ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ നിൽക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിൽക്കുകയാണ്. എനിക്കെന്തായാലും നിങ്ങളുടെ ഭർത്താവിനോട് താല്പര്യമില്ല. പിന്നെ വേറൊരു കാര്യം, സ്വന്തം ഭർത്താവിനോട് ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വലിയ പ്രശ്നം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പോയി ഒരു ഡോക്ടറെ കാണുന്നതാണ് നല്ലതെന്ന്. എന്തായാലും അമ്മായിമ്മയും അവരും തമ്മിൽ എന്തോരകന്ന ബന്ധമുണ്ട്, അതിൻ്റെതായ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. ഇതിനു വേണ്ടി എനിക്കിനി ഡോക്ടറൊന്നും കാണാൻ പറ്റുന്നില്ല. എങ്കിൽ ഭർത്താവ് വേറെ ഇപ്പോൾ ഈ പ്രായത്തിൽ രണ്ടാമത് കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങ് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അയാളെ കൊണ്ട് ഞാൻ കെട്ടിക്കാം. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ഭർത്താവുമായിട്ട് അടുത്തങ്ങ് പെരുമാറിയ പോരെ? നിനക്കങ്ങനെ പറയാം. കഴിഞ്ഞ ദിവസം ഒന്ന് ട്രൈ ചെയ്തതാ, ആ സമയത്തും പറ്റുന്നില്ലായിരുന്നു, നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടറെ കണ്ടാൽ മതി, സ്ത്രീ ഡോക്ടറെ പോയി കാണണം, അപ്പോൾ അവരെന്തെങ്കിലും മരുന്നൊക്കെ തരും. ഇത്രയുമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ടങ്ങ് ചെന്നു. ഉടനെ അമ്മായിമ്മ എന്നെ അടിമുടി നോക്കി. ഞങ്ങൾ സംസാരിച്ചത് എന്തെങ്കിലും നീ കേട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ കേട്ടു, ഡോക്ടറെ കാണിക്കുന്ന കാര്യം എന്താണെന്ന്. അപ്പോൾ ജോലിക്കാരി എന്താ പറയാൻ വന്നു. അമ്മായിമ്മ ഉടനെ പൊത്തിപ്പിടിച്ചു. എനിക്കത് കണ്ട് ചിരി വന്നു. ഉടനെ അമ്മായിമ്മ പറഞ്ഞു, നീ എന്തോ കേട്ടു, എനിക്കത് ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് അമ്മായിമ്മയോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, പിന്നെ സംസാരിക്കാമെന്ന്. പിറ്റേ ദിവസം അമ്മായിമ്മ എന്നോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അമ്മായിപ്പന് എപ്പോഴും പണ്ട് മുതലേ താല്പര്യമാണ് ഇപ്പോഴും. പക്ഷേ അമ്മായിമ്മയ്ക്ക് ശാരീരികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഡോക്ടറെ കണ്ടാൽ ശരിയാകുമോ എന്നോട് ചോദിച്ചു. നിനക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെണ്ണല്ലേ, അതുകൊണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ, നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാമെന്ന്. അങ്ങനെ ഞാനും അമ്മായിമ്മയും കൂടെ പോയി കണ്ടു. ഞാൻ അകത്ത് കയറിയില്ല, അമ്മായിമ്മയാണ് എല്ലാം പറഞ്ഞത്. അവർ പിന്നീട് മരുന്നുകളും ക്രീമുകളും ഒക്കെ പ്രിഫർ ചെയ്തു. എന്തായാലും 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ മോളേക്കാൾ എനിക്ക് ഗുണം ചെയ്തവളാണ്, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് പറഞ്ഞു. എനിക്കത് സന്തോഷം തന്നെ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിനോട് ഞാൻ ആ രഹസ്യം പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് ഇതൊന്നുമല്ല അതിൽ നിന്ന് പറഞ്ഞത്, അതെനിക്ക് പണ്ടേ അറിയാം. ബാപ്പയെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ബാപ്പയുടെ ഫീച്ചേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല, ബാപ്പയ്ക്ക് നല്ല ഫീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്ക് പണ്ടേ അറിയാം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. ബാപ്പയെ ആൺമക്കൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമോ? എന്തിനാ ശ്രദ്ധിക്കാൻ പോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, അത് പിന്നെ പുള്ളി ഇരിക്കുമ്പോൾ
ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഒന്ന് അസസ് ചെയ്യുമ്പോൾ മനസ്സിലാകില്ലേ? എനിക്ക് അതിൻ്റെതായ അപകർഷത ബോധം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, അത് ഓർക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഭാര്യ ഞാനല്ലേ, ഞാൻ എല്ലാ കാര്യത്തിനും ഓക്കെയാണ്, അതുകൊണ്ട് മേലിൽ അപകർഷതാ ബോധം ഒന്നും പറഞ്ഞേക്കരുത്, എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും, നമുക്ക് സ്വസ്ഥം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭർത്താവിനെ സമാധാനിപ്പിച്ചു മാഡം. പക്ഷേ ഭർത്താവും കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരാശ. എന്താണ് ഫീച്ചേഴ്സിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യാൻ ഏതൊരാൾക്കും ആഗ്രഹമുണ്ടാകുമോ എന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി. അങ്ങനെ ഫീച്ചേഴ്സ് മോഹിച്ച് എൻ്റെ മനസ്സ് ആകെ കൂടി ബാപ്പയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മായിമ്മ ഒരു വട്ടം അവരുടെ ആദ്യത്തെ ദിവസങ്ങളിലെ കഥ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു, ഉമ്മ വല്ല ബുദ്ധിമുട്ടുകളും ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവൻ എൻ്റെ കൈകളിൽ കിടന്ന കുട്ടിയല്ലേ, എല്ലാം പാകത്തിനേ അവനുള്ളൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞു. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും തുറന്ന് അവരെന്നോട് പറയുമോ? ഒരു പക്ഷേ ഞാൻ സഹായിച്ചതുണ്ടാകും അവർ പറഞ്ഞത്. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാര്യം അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ തന്നെയായിരുന്നു കാരണം. പിന്നീട് ഇതൊക്കെ ആയെങ്കിലും പിന്നെ അവസാന കാലത്ത് അത് പിന്നെയും എനിക്ക് പ്രശ്നങ്ങളായി. ഇപ്പോഴല്ലേ മോളെ എല്ലാം സോൾവ് ആയത്. എന്തായാലും നിൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം. ഇതൊക്കെ ആരും പറഞ്ഞ് മനസ്സിലാക്കാറില്ല, എങ്കിലും എല്ലാം തുറന്നു പറഞ്ഞതാണ് നല്ല ദാമ്പത്യ ജീവിതത്തിന് നല്ലത് എന്ന് അമ്മായിമ്മ എന്നോട് പറഞ്ഞു. അവർ കുറച്ച് ലോകം കണ്ട സ്ത്രീയാണ്, പക്ഷേ +2 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സ് മാറിയത് ആരും അറിഞ്ഞില്ല, എനിക്ക് മാത്രമേ അറിയാൻ പറ്റിയുള്ളൂ. ബാപ്പ ജീൻസ് ഇടുമ്പോഴും പാൻ്റ് ഇടുമ്പോഴും കയ്യിലെടുക്കുമ്പോഴും ഒക്കെ എൻ്റെ ദൃഷ്ടികൾ തേടിപ്പോയി. പലപ്പോഴും ഞാൻ തേടിയത് എനിക്ക് കാണാൻ പാകത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ഉൾമുഖരങ്ങളിൽ തുടിച്ചു കാണുകയും ചെയ്തു. അതോടുകൂടി എൻ്റെ മനസ്സിന് എനിക്ക് പൊറുതിയില്ലാതായി. എൻ്റെ മനസ്സ് അങ്ങോട്ടേക്ക് ആകർഷണം അധികമാകാൻ തുടങ്ങി. ഞാൻ ആരുമില്ലാത്ത സമയത്ത് ബാപ്പയോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ബിസിനസ്സും കടയുമൊക്കെ ആയതുകൊണ്ട് എൻ്റെ അമ്മായിമ്മ ഇടയ്ക്ക് പോകും, എൻ്റെ ഭർത്താവ് ഇടയ്ക്ക് വരും, അമ്മായിപ്പിനിടയ്ക്ക് പോകും. അപ്പോൾ ഞാനും ജോലിക്കാരി മാത്രമാണ് പകൽ സമയത്ത് വീട്ടിലുള്ളത്. അതൊരു 7 മണി വരെ പലപ്പോഴും ഇങ്ങനെ തുടരും. അതെനിക്ക് പലപ്പോഴും ബാപ്പയോട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അവസാനം ഒരു ദിവസം അറിയാതെ എനിക്കൊന്ന് സ്പർശിക്കേണ്ടിയും വന്നു. അന്ന് ബാപ്പ എന്നെ രൂക്ഷമായി നോക്കി. ഞാൻ പിന്നെ 2 ദിവസം ബാപ്പയോട് മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു, അന്ന് നീ മനഃപൂർവ്വമല്ലേ എന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല, കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഞാൻ അതേ എന്ന് പിന്നീട് ഒന്ന് തലയാട്ടി. എന്താ മോളെ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രതീക്ഷകൾ എൻ്റെ വിവാഹ ജീവിതത്തിൽ നടക്കില്ല എന്ന് ബാപ്പ ആദ്യമേ എനിക്ക് വാൺ ചെയ്തു. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ബാപ്പ എന്നോട് തെളിവായി പറഞ്ഞു. ആ തെളിവുകൾ എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റായി പോവുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് ആകെ മാറിയപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ഞാനാണോ നിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു മോഹം തോന്നാൻ കാരണമെന്ന്. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ആയിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. അപ്പോൾ ഞാനാണോ ഈ സംഭവത്തിൽ തെറ്റുകാരനെന്ന് എന്നോട് ബാപ്പ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആവോ എനിക്കറിയില്ല, ആയിരിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ബാപ്പ എൻ്റെ പുറകെ വന്നു. അവൻ എപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നീ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് ഇവിടെ എങ്ങുമല്ല, 3 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 മണിക്കൂർന്ന്. ഉടനെ ബാപ്പ ഫോൺ എടുത്ത് ഉമ്മയെ വിളിച്ചു. അപ്പോൾ ഉമ്മ ഇപ്പോഴെങ്ങും വരില്ല, മോൻ വരുമ്പോൾ കൂടെ വരാമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെയുള്ളത് ജോലിക്കാരെയാണ്. ഞാൻ ഒന്ന് നോക്കിയപ്പോൾ പാപ്പ പറഞ്ഞു, അത് പ്രശ്നമില്ല, നീ പതുക്കെ മുകളിലേക്ക് കയറിപ്പോ, ഞാൻ വരാമെന്ന്. അങ്ങനെയാണ് മാഡം ആദ്യമായിട്ട് എൻ്റെ തെറ്റുകൾ ശരിയാക്കപ്പെട്ടത്. എന്താണോ ഇത്രയും നാൾ ഞാൻ വീഡിയോയിൽ കണ്ടത്, അത് യഥാർത്ഥത്തിൽ അവിടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെയായിരുന്നു. ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അലറി വിളിച്ചെങ്കിലും ഞാൻ അത് ആഹ്ലാദത്തിൻ്റെ വെളിപ്പേരായി ചൊല്ലി വിളിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം ഇപ്പോൾ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വല്ലാതെ ചില മാറ്റങ്ങളുണ്ടല്ലോ എന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഹസ്ബൻഡിനെ ഞാൻ അഭിനന്ദിക്കുന്ന പോലെ സംസാരിച്ചു. എല്ലാം നിങ്ങളാലാണ്. കാര്യം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വളരെ ലോ ആണെന്ന്, പക്ഷേ അങ്ങനെയല്ല, ഹൈ ആണ് ഇക്ക എന്ന് പറഞ്ഞ് പുകഴ്ത്തി ഞാൻ മാനേജ് ചെയ്ത് പോവുകയാണ് മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്ന ആ സ്ത്രീ അവർ മാനേജ് ചെയ്യുന്ന രീതിയായിരിക്കാം, അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് അവരുടെ വീട്ടിൽ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നായിരിക്കും പറഞ്ഞു വരുന്നത്.
കാര്യം എന്തായാലും ഈ പറഞ്ഞതുപോലെ വ്യത്യാസങ്ങൾ ഓരോ മനുഷ്യരുടെ രീതിക്കനുസരിച്ചുണ്ടാകുമല്ലോ. ഭർത്താവിന് വേണമെങ്കിൽ സംശയം തോന്നാം, പക്ഷേ ഭർത്താവിനെ അവിടെ മാനേജ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെയും ഒരറിവുകളിൽ കൂടുതലും പകർന്നു കൊടുത്തത് ഈ ഭാര്യ ആയതുകൊണ്ടാണ്. തൽക്കാലം ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിങ്ങൾ മികച്ചു നിൽക്കുന്നു, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താകുമെന്ന് നമുക്കറിയില്ല. അമ്മായിമ്മയുടെ സ്വഭാവം നിങ്ങൾക്കറിയാം, ഭർത്താവിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം. അപ്പോൾ നിലനിൽപ്പ് ആ സമയത്ത് ചിലപ്പോൾ പ്രശ്നമായേക്കാം.